പാമ്പാട്ടികളുടെ നാടെന്ന പഴയ പാശ്ചാത്യ പൊതുബോധത്തിലേക്ക് ഇന്ത്യയെ തിരികെ നടത്തുമ്പോൾ ഒരു പുനർവിചാരം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒരു പാമ്പാട്ടിയായി ചിത്രീകരിച്ച ഒരു കാർട്ടൂൺ പുറത്തിറങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ എന്നത് കേൾക്കുമ്പോൾ ദാരിദ്ര്യവും അന്ധവിശ്വാസങ്ങളും പാമ്പാട്ടികളും മാത്രം ഓർമ്മ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വികസിതരെന്ന നിലയിൽ നിന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടങ്ങളിലൂടെ ആഗോളതലത്തിൽ തലയുയർത്തുന്ന ചരിത്രമാണ് പിൽക്കാലത്ത് ഇന്ത്യ അടുത്തുയർത്തിയത്. പൗരാണികവും മധ്യകാലവുമായ സാമൂഹിക കെട്ടുപാടുകളിൽ നിന്നും പൂർണ്ണമായിട്ടെങ്കിലും ഒരു ആധുനിക മതേതര ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലേക്ക് രാജ്യം പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ സമീപകാലത്തായി പുറത്തു വരുന്ന ചില ആഗോള പ്രതികരണങ്ങളും കാർട്ടൂണുകളും വിരൽ ചൂണ്ടുന്നത് മറ്റൊന്നിലേക്കാണ്. ഇന്ത്യ കഷ്ടപ്പെട്ട് മാറ്റിയെടുത്ത ആ പഴയ പാമ്പാട്ടി പ്രതിച്ഛായയിലേക്ക് വീണ്ടും രാജ്യം കൂപ്പുകുത്തുകയാണോ എന്നാണ് സംശയം. ശാസ്ത്രബോധത്തിന് മേൽ പുരാണങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഒരു വശത്ത് ISRO പോലുള്ള സ്ഥാപനങ്ങൾ ബഹിരാകാശ രംഗത്തെ ചേർത്ത് വിസ്മയങ്ങൾ തീർക്കുമ്പോഴും മറുവശത്ത് രാജ്യത്തെ ഭരണകൂട നേതൃത്വങ്ങളിൽ നിന്ന് പോലും വരുന്നത് തൃപ്തികരമായ പ്രസ്താവനകളാണ്. പ്ലാസ്റ്റിക് സർജറി പൗരാണിക ഭാരതത്തിൽ നിലനിന്നിരുന്നുവെന്ന അവകാശവാദങ്ങളും ആഗോള മഹാമാരിയായ കൊറോണയെ പ്രതിരോധിക്കാൻ പാട്ട കൊട്ടുന്നതും വിളക്ക് തെളിയിക്കുന്നതും ആഹ്വാനം ചെയ്തതും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ രാജ്യത്തെ പരിഹാസ്യ കഥാപാത്രമാക്കി മാറ്റി, അല്ലേ? പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും ചരിത്ര വസ്തുതകളാക്കി വ്യാഖ്യാനിക്കപ്പെടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ശാസ്ത്രബോധമുള്ള ഒരു ജനതയെ പിന്നോട്ട് നയിക്കുന്നതാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സന്നദ്ധവൽക്കരണവും സാമൂഹിക അരാജകത്വവും ഭരണഘടനയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കേണ്ട പാർലമെന്റും മറ്റു ജനാധിപത്യ സ്ഥാപനങ്ങളും സന്യാസിമാരുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയും ആധിപത്യത്തിന് വഴിമാറുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യം കാണുന്നത്. ഇതിൻ്റെ പ്രതിഫലമെന്നോണം സാമൂഹിക തലത്തിൽ വലിയ അരാജകത്വവും ഉടലെടുത്തിരിക്കുന്നു. മൃഗങ്ങളുടെ പേരിൽ മനുഷ്യവേട്ട, പശുവിൻ്റെയോ മറ്റോ പേര് പറഞ്ഞ് ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും നിത്യസംഭവങ്ങളായി മാറുന്നതല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയാം. പ്രണയിക്കുന്നവരെ പരസ്യമായി അപമാനിക്കുകയും തല മൊട്ടയടിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുന്നതുമൊക്കെ സാംസ്കാരിക പോലീസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. സ്ത്രീ വിരുദ്ധ നിലപാടുകൾ എന്താണെന്ന് നോക്കിയാൽ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ആവശ്യമില്ലെന്ന തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്തകൾക്ക് ഭരണകൂട തലത്തിലുള്ളവർ തന്നെ അടിവരയിടുന്നു. പാലും നെയ്യും പുഴയിലൊഴുക്കി കളയുകയും പശുവിൻ മൂത്രം ഔഷധമായി കുടിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനാചാരങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക പരിവേഷം ലഭിക്കുന്നു എന്നത് സങ്കടകരമാണ്. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് നടത്താൻ ഭരണകൂടം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ അധിക്ഷേപ കാർട്ടൂണുകളും പ്രതിഷേധവും ഈ സാഹചര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന അധിക്ഷേപകരമായ കാർട്ടൂണുകൾ നിങ്ങളെവരും കണ്ടിട്ടുണ്ടാവും. പണ്ട് പാശ്ചാത്യർ ഇന്ത്യയെക്കുറിച്ച് വെച്ച് പുലർത്തിയിരുന്നതും കാലക്രമേണ അവർ മറന്നു തുടങ്ങിയതുമായ വംശീയവും വിവേചനപരവുമായ ആ പഴയ പാമ്പാട്ടി ബോധത്തെ വീണ്ടും ഉണർത്താൻ നിലവിലെ ഇന്ത്യൻ സാഹചര്യങ്ങൾ അവർക്ക് വിളമ്പാകുന്നു എന്നതാണ് സത്യം. രാജ്യത്തെ നവീകരണത്തിന്റെ പാതയിൽ നിന്നും അന്ധകാരത്തിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളോടും അതോടൊപ്പം തന്നെ ഇന്ത്യയെ വംശീയമായി അധിക്ഷേപിക്കുന്ന കാർട്ടൂൺ പ്രസിദ്ധീകരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളെയും ശക്തമായി പ്രതിഷേധിക്കാമെന്ന്
ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ ഉയരുന്നത് ആ ഒരു ശബ്ദമാണ്. ശാസ്ത്രവും യുക്തിചിന്തയും കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ആധുനിക രാഷ്ട്രത്തെ അതിൻ്റെ ഭൂതകാല ജീർണതകളിലേക്ക് തള്ളിയിടാൻ അനുവദിച്ചുകൂടാ. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ അന്ധവിശ്വാസങ്ങൾക്ക് എതിരെയും ഭരണകൂടത്തിന്റെ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയും ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി രാജ്യങ്ങൾ പലതും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കൊണ്ട് പുറത്തിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം നാട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഇപ്പോൾ കോക്രോച്ച് പാർട്ടി എന്ന ഒരു CJP പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട്. അത് BJPയേക്കാൾ മുൻനിരയിലെത്തുമെന്ന ഭയത്താൽ ഇപ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാലും വീണ്ടും ഒരു ജൻസി പ്രഭാവം പോലെ അത് ഉണ്ടായി എഴുന്നേറ്റ് വരികയാണ്. ഈ കോക്രോച്ച് പാർട്ടിയെ എന്താണ് അതിലൂടെ വിശദമാക്കുന്നതെന്നും ജനങ്ങൾക്ക് തീർച്ചയായും അറിയാൻ കഴിയുന്നതാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ചേർന്നാണ് അങ്ങനെ ഒരു കോക്രോച്ച് പാർട്ടി എന്ന ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അതിന് രാജ്യാന്തര തലത്തിൽ, കേരളത്തിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ അതിന് ഒരു അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ് അതെല്ലാം. അപ്പോൾ ഈ തരത്തിൽ രാജ്യത്ത് പെട്രോളും ഡീസലിനും ഇത്രത്തോളം ക്ഷാമമായിട്ടും പെട്രോളിയം മന്ത്രാലയം വെളിപ്പെടുത്തുന്നു പെട്രോളിനും ഡീസലിനും യാതൊരുവിധ ക്ഷാമവുമില്ല എന്ന്. എന്നാൽ ദിനം പ്രതി അതിന്റെ ചാർജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 4 ദിവസത്തിൽ ഒരിക്കൽ 2 പ്രാവശ്യം ചാർജ് വർദ്ധിക്കുന്നു. നമ്മുടെ വീട്ടിലെ ഗാർഹിക സിലിണ്ടറുകൾക്ക് എത്രത്തോളം വില വർദ്ധിച്ചുവെന്ന് വീട്ടമ്മമാരൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ അടുക്കളകളിലെ പഴയ വിറകടുപ്പിലേക്ക് തിരിച്ചു വിടുകയാണോ? അപ്പോൾ ഇതിലുണ്ടാകുന്ന ഈ ആഗോള വിലവർദ്ധനയിലുണ്ടാകുന്ന ഒരു അല്പം പോലും നഷ്ടം ജനങ്ങൾക്ക് വേണ്ടി സഹിക്കാൻ നമ്മുടെ സർക്കാർ ഒട്ടും തയ്യാറാകുന്നില്ല. സർക്കാർ അല്പം നഷ്ടം സഹിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ തീരുവ, അതിന്റെ ടാക്സ് ഒന്ന് കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജനങ്ങളുടെ മേൽ ഇത്രയും വിലക്കയറ്റം അടിച്ചേൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്നവർ 2 ലക്ഷവും 2.5 ലക്ഷത്തോളം രൂപയോളം പെൻഷൻ വാങ്ങുന്നവരും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവരുടെ അഹങ്കാരബോധത്തോടുള്ള സംസാരം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായും അതിനെതിരെ ധാരാളം ആൾക്കാർ അതിനെതിരെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിനെതിരെ പറയുന്നില്ല, അതെല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു മഹാനായ വ്യക്തി പറയുന്നതാണ് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം നാടാണ് നമ്മുടെ ഇന്ത്യ. അതിനെ കേരളത്തിലും അതിന്റെ ഒരു വേര് ഓടിക്കാൻ വേണ്ടി മാത്രം ഈ നമ്മുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെതിരെ ഒരു ജനങ്ങളുടെ ഒരു പ്രക്ഷോഭമായ CJP പാർട്ടി എന്ന ഒരു കോക്രോച്ച് പാർട്ടി ഉണ്ടായത് നമുക്ക് അതിൽ അഭിമാനിക്കാം. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തിരിഞ്ഞു നടന്നു പോകുന്നതും ഒക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു. ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടാണോ? പിന്നെ ആ ചോദ്യത്തിന്, നോർവേൻ ചോദ്യത്തിന്, അവരുടെ മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യത്തിന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തിരികെ വിളിച്ച് അവർക്ക് മറുപടി നൽകുകയുണ്ടായി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം ന്യൂസിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളവും അത്തരത്തിൽ ഒരു CJP ചർച്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കാർട്ടൂണുകൾ വീണ്ടും ഒന്ന് വേണമെങ്കിൽ കണ്ടോളൂ.